കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച വാഹനങ്ങളുടെ 10 വർഷം 15 വർഷം 20 വർഷം കാലാവധിയായ വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ വരുമ്പോൾ കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച ചാർജുകളെ 50% വെട്ടിക്കുറയ്ക്കുകയാണ്. അപ്പോൾ അവർ വർദ്ധിപ്പിച്ചതിനെ നേരെ പകുതിയായി കുറയ്ക്കുന്നു, ചിലതിൽ മാറ്റം വരുത്തുന്നില്ല. ഇതിന് വിശദമായ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച തുകയും നമ്മളിപ്പോൾ വെട്ടിക്കുറച്ച് വെച്ചിരിക്കുന്ന തുകയും ഞാൻ നിങ്ങൾക്ക് പത്രസമ്മേളനത്തിന് ശേഷം ഒരു കോപ്പി തരുന്നതായിരിക്കും, വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്ര സർക്കാർ ഈ പഴയ വാഹനങ്ങൾ റീ രജിസ്റ്റർ ചെയ്യുമ്പോൾ വലിയ തുകയാണ് ചാർജ് ചെയ്തിരുന്നത്. ഒരു 15 വർഷം 20 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് വലിയ തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്ന് നിലവിലുള്ളതിനേക്കാളൊക്കെ ഒരു 4-5 ഇരട്ടിയൊക്കെ വർധനമാണ്. ഇത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടും സംസ്ഥാന സർക്കാരിൽ ഇതിൽ കുറവ് വരുത്താൻ അധികാരമുണ്ട് എന്ന് മനസ്സിലായി. ആദ്യം അധികാരം ഇല്ലെന്നാണ് പറഞ്ഞത്, പക്ഷേ നമുക്ക് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വെട്ടി കുറയ്ക്കാൻ നടപടിയെടുക്കാൻ പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ എല്ലാം കുറച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വർധനവുകളെയും ഏറ്റവും കുറഞ്ഞത് 50% വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ, ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങളാണെങ്കിൽ 20 അല്ല 30 അല്ല 50 വർഷമായാലും രജിസ്റ്റർ ചെയ്യാം. പ്രൈവറ്റ് ബസ് പോലും 26 വർഷം 25 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ സർക്കാർ വാഹനങ്ങളെ 15 വർഷം കഴിഞ്ഞാൽ ഉടൻ സ്ക്രാപ്പ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. അതായത് പ്രത്യേകിച്ച് പോലീസ് വകുപ്പ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ്, വനം വകുപ്പ്, ഇവർക്കെല്ലാം വലിയ കുഴപ്പം സംഭവിക്കും. കാരണം വെച്ചാൽ അവരെ വണ്ടികൾ, ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ വണ്ടി, ഒരു ഫയർ എഞ്ചിൻ 15 വർഷം കഴിഞ്ഞാലും 1,00,000 കിലോമീറ്റർ പോലും ഓടില്ല. കാരണം തീ പിടിക്കുമ്പോൾ മാത്രം ഓടിയാൽ പോരെ. അപ്പോൾ ഇതിനെല്ലാം 15 വർഷം കഴിയുമ്പോൾ സ്ക്രാപ്പ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ കോടാനുകോടി രൂപ, ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടി രൂപ സർക്കാർ ചിലവാക്കിക്കൊണ്ടേ പുതിയ വണ്ടി വാങ്ങാൻ പറ്റും. ഇപ്പോൾ സ്ക്രാപ്പ് ചെയ്ത് കളയുന്ന വണ്ടിക്ക് വരെ പുതിയ വണ്ടി വാങ്ങിച്ചല്ലേ പറ്റും. ആംബുലൻസുകൾ, ആരോഗ്യവകുപ്പിൻ്റെ ഏതാണ്ട് 860-ലധികം ആംബുലൻസുകൾ സ്ക്രാപ്പ് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ 15 വർഷം കഴിഞ്ഞ വണ്ടികളെ, സർക്കാർ വണ്ടികളെ കാലാവധി നീട്ടുവാൻ സർക്കാർ തീരുമാനിച്ചു. 3 വർഷം കൂട്ടിയും 5 വർഷം, അടുത്ത 5 വർഷത്തേക്ക് കൂടെ കാലാവധി കൂട്ടാൻ. പക്ഷേ പൊല്യൂഷൻ പരിശോധിക്കണം, പൊല്യൂഷൻ ഉണ്ടായിരിക്കണം, പൊല്യൂഷനിൽ തകരാറ് വരാൻ പാടില്ല, വണ്ടി കണ്ടീഷനായിരിക്കണം. ഈ വണ്ടികൾക്ക് വാഹൻ സൈറ്റിൽ പ്രവേശനം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊരു മാനുവലായിട്ടുള്ള പഴയ മോഡലിലുള്ള ഒരു RC ബുക്ക് കൊടുക്കും. ലാമിനേറ്റഡ് കാർഡ് പോലുള്ള ഒരു RC ബുക്ക് കൊടുക്കും. ബുക്ക് എന്ന് പറയുന്നതല്ലേ, ബുക്കല്ല, ഒരു RC കാർഡാണ്. ആ കാർഡ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും, എല്ലാ വണ്ടിക്കും ഇത് പുതുക്കി കൊടുക്കും. ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ല എന്ന കേന്ദ്ര നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഇൻഷുറൻസ്, അതായത് കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഷുറൻസിലേക്ക് ഈ വണ്ടികളെല്ലാം മാറും. പ്രത്യേകിച്ച് നിയമത്തിലെ ഒരു വ്യവസ്ഥയിൽ ആർമി, പോലീസ് ഇതുപോലുള്ള എമർജൻസി സേനകൾക്ക് വണ്ടി 15 വർഷം കഴിഞ്ഞാലും ഉപയോഗിക്കാം എന്ന് കേന്ദ്ര നിയമത്തിൻ്റെ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ വെച്ചുകൊണ്ട് പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, ആരോഗ്യവകുപ്പ്, എമർജൻസി സിറ്റുവേഷനാണ്, ഫയർഫോഴ്സ്, ഇവരെല്ലാവരെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ വാഹനങ്ങളെയും 5 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുകയാണ്. ഇത് സർക്കാരിൻ്റെ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും മോചിപ്പിക്കുകയും അനേകം വാഹനങ്ങൾ, പോലീസിൻ്റെ തന്നെ വാഹനങ്ങൾ വളരെ പ്രശ്നമാണ്. കാരണം ബസ്, ഉദാഹരണത്തിന് പോലീസ് ഫോഴ്സിനെ കൊണ്ടുവരുന്ന ബസ്സുണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ സമരം നടക്കുമ്പോൾ ബസ് വരും, തിരിച്ച് നന്ദാവനം ക്യാമ്പിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ SAP ക്യാമ്പിലേക്ക് പോകും. ഈ ഒരു ദൂരം മാത്രമേ ഇത് ഓടുന്നുള്ളൂ. പിന്നെ ഇത് ലോങ് ഡിസ്റ്റൻസ് ഓടുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ശബരിമലയ്ക്ക് വർഷത്തിൽ 2, 3, 4, 5 പ്രാവശ്യം അവർ ഓടും. അപ്പോൾ വളരെ കിലോമീറ്റർ കുറവാണ്. ഒരു ബസ്സൊക്കെ 15 വർഷം പിന്നിടുമ്പോൾ 1,00,000 കിലോമീറ്റർ പോലും ഓടാത്ത ബസ്സുകൾ സ്ക്രാപ്പ് ചെയ്യണം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അത് ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ വണ്ടികളെ മുഴുവൻ 5 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങി.